റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനവുമായി P ജയരാജൻ. പാർട്ടിക്കകത്ത് പറഞ്ഞതെന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ജയരാജൻ പറഞ്ഞു. പുതിയ DGPയായി റവാഡ ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ കൂത്തുപറമ്പ് വെടിവയ്പ്പിനെക്കുറിച്ചും പരാമർശം. റവാഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ദിവസങ്ങൾക്കകമാണ് കൂത്തുപറമ്പ് വെടിവയ്പ് നടന്നതെന്നും P ജയരാജൻ പാലക്കാട് പറഞ്ഞു. അപ്പോൾ പുതിയ DGPയെ സംബന്ധിച്ചുള്ള തീരുമാനം രവത ചന്ദ്രശേഖരനെയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 3 പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ലല്ലോ, ഗവൺമെൻറ് കൈക്കൊണ്ട തീരുമാനമാണ്. കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ 25-ന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും. MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനവുമായി P ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നു. പാർട്ടിക്കകത്ത് പറഞ്ഞത് എന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ജയരാജൻ പറഞ്ഞു വെക്കുന്നു. പുതിയ DGPയായി റവാഡ ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ കൂത്തുപറമ്പ് വെടിവെപ്പിനെക്കുറിച്ചും പരാമർശം നടത്തി. റവാഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ദിവസങ്ങൾക്കകമാണ് കൂത്തുപറമ്പ് വെടിവയ്പ് നടന്നതെന്നും P ജയരാജൻ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കേൾക്കാമെങ്കിൽ തുടരാം. തീർച്ചയായിട്ടും P ജയരാജന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു കുത്ത് എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പാലക്കാട് നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പുതിയ DGP നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഈ റവാഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റ് ദിവസങ്ങൾക്കകമാണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത്. അതുപോലെ തന്നെ കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രതിയാണ് റവാഡ ചന്ദ്രശേഖരൻ എന്നും ഈ പുതിയ DGPയെ തീരുമാനിച്ചത് അത് സർക്കാരിൻ്റെ മാത്രം തീരുമാനമാണ്, പാർട്ടിയിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നത്. മാത്രമല്ല ഈ മറ്റ് 2 പേരുകളും സമാന രീതിയിൽ തന്നെ ആ പേരുകൾ അവർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഈ നിതിൻ അഗർവാളിനും കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കുണ്ട് എന്നും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ തീരുമാനം എന്നുമൊക്കെയാണ് ഗോവിന്ദൻ ഈ ഇത്തരത്തിൽ P ജയരാജൻ പറയുന്നത്. ഏതായാലും P ജയരാജൻ്റെ വിമർശനം അത് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ പാർട്ടിക്ക് വിയോജിപ്പുണ്ട്, പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് കൂടുതൽ മറനീക്കി പുറത്തു വരുന്ന ഒരു കാര്യമായി കൂടെ മാറുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ MV ഗോവിന്ദനെതിരെയും വലിയ വിമർശനം P ജയരാജൻ ഉന്നയിക്കുകയുണ്ടായി. ഈ വിമർശനവും സ്വയം വിമർശനവും CPMനകത്ത് നടത്താം, മറ്റ് പാർട്ടിയെ പോലെയല്ല CPM. പാർട്ടിക്കകത്ത് പറഞ്ഞതെന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പല വാർത്തകളും മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്, അതിൽ പ്രതികരിക്കാനില്ല എന്നും MV ഗോവിന്ദനെയും P ജയരാജൻ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും ഈ പുതിയ DGP നിയമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ എന്ന തരത്തിൽ തന്നെ P ജയരാജൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ട് പാർട്ടിയോട് പറഞ്ഞല്ല സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ ഈ പുതിയ DGPയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പ്രതിയാണ് ഈ റവാഡ ചന്ദ്രശേഖരൻ എന്നുൾപ്പെടെയാണ് ഇപ്പോൾ P ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. ശരി, എന്തായാലും രൂക്ഷമായ വിമർശനമാണ് MV ഗോവിന്ദനെതിരെ ഉണ്ടായിരിക്കുന്നത്. MV ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു P ജയരാജൻ. പാർട്ടിക്കകത്ത് പറഞ്ഞത് എന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ജയരാജൻ പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ DGPയായി റവാഡ ചന്ദ്രശേഖരെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ കൂത്തുപറമ്പ് വെടിവെപ്പിനെക്കുറിച്ചും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം P ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ദിവസങ്ങൾക്കകമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നതെന്നും P ജയരാജൻ പാലക്കാട് പറഞ്ഞു. അരുൺ ആലത്തൂരാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.